കമ്മലിൻ്റെ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. പിന്നെ ഇതാണ് കേട്ടോ ഇത്രയും നാൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്മൽ. ഇത് മാത്രമല്ല ഇനിയും കുറേ ഉണ്ടായിരുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ആവശ്യം. ഇത് പല കളേഴ്സിലും ഷേപ്പിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്റ്റോൺസിന് പല സ്ഥലത്തും പല റേറ്റ് ആണ് വരുന്നത്. അതേപോലെ ഗ്രാമിനനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട്. അതേപോലെ കളേഴ്സിനും റേറ്റ് മാറുന്നുണ്ട്. ഈ കളേഴ്സിന് നല്ല റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ വൈറ്റ് കളർ വരുമല്ലോ അതിന് റേറ്റ് കുറവാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് ആവശ്യമുണ്ട്. ഞാൻ ഇതേപോലെ സാധാ ബീഡ്സ് വാങ്ങിയിട്ട് അത് ഹാങ്ങിങ് ആയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കാറാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ ബീഡ്സ് ഇങ്ങനെ കെട്ടിയെടുക്കണത്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് ഇതുപോലെ നീളത്തിലാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് 2 ഭാഗമായിട്ട് കിട്ടും. അത് നമ്മൾ ബീഡ്സിലിട്ടിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇതായിട്ട് നമുക്ക് കമ്മലിൻ്റെ ബാക്കിലേക്കുള്ള സ്റ്റഡും അതുപോലെ ഹാങ്ങിങ്സും ഒക്കെ വേണമല്ലോ, ആ സംഭവമാണ്. ഈ ഒരു പാക്കറ്റിനാകെ 10 രൂപയെ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പേരാണ് സർദോസി. ഇതൊരു സ്പ്രിങ് പോലെയാണ് കേട്ടോ. നമുക്കിങ്ങനെ വലിച്ചെടുത്തിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലേ. പിന്നെ ഇതാണ് ഐപ്പിന്ന്. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഐപ്പിന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ. ഇത് അതേപോലെ ഗോൾഡൻ കളറും സിൽവർ കളറും ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് സ്റ്റോൺ ചെയിൻ ഉണ്ട്, ബോൾ ചെയിൻ ഉണ്ട്, ബീഡ്സ് ചെയിൻ ഉണ്ട്. അങ്ങനെ ഇതിന് പല പേരുകളുണ്ട്. അതേപോലെ സ്റ്റോൺ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ബീഡ്സ് ചെയിനും എല്ലാതും നമുക്ക് വേറെ വേറെ കളേഴ്സിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മീറ്ററിനാണ് റേറ്റ് വരുന്നത്. ഒരു മീറ്ററിന് 45 രൂപയാണ് കേട്ടോ. പക്ഷേ ബോൾ ചെയിൻ ആകെ ഒരു മീറ്ററിന് 10 രൂപയെ വരുന്നുള്ളൂ. ഇനിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം. ഇതാണ് OHP ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്നും പറയേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ടൂൾസാണ് ഞാൻ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. ഇത് നമുക്കിങ്ങനെ ബീഡ്സൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു പ്ലെയർ ഉണ്ട്, കട്ടിംഗ് പ്ലെയർ ഉണ്ട്. ഈ ഒരു ടൂള് ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ഇതിന് എനിക്ക് 70 രൂപയാണ് വന്നത്. പിന്നെ ഇതിൻ്റെ തയ്യൽ മെഷീൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ലുക്കൊന്നും കണ്ട ആരും നോക്കണ്ട, വർക്ക് ഉഗ്രനാണ്. ആദ്യമായിട്ടൊരു കമ്മൽ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കമ്മൽ ഉണ്ടാക്കണത് നോക്കിയാലോ. ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ റൗണ്ട് തെറ്റി പോവാതിരിക്കാൻ ഒരു പേപ്പറിൽ ആദ്യം തന്നെ ഒരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ OHP ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഗ്ലൂ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഇങ്ങനെ മെല്ലെ ഒട്ടിച്ചു കൊടുക്കാം. ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഈ ഗം ആക്കണതിന് മുമ്പ് തന്നെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ എളുപ്പത്തിൽ കിട്ടും. ഞാൻ ആദ്യം തന്നെ ഗമ്മൊക്കെ തേച്ച് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ കട്ട് ചെയ്തെടുക്കൽ കേട്ടോ. ഇനിയുള്ള ഡിസൈനൊക്കെ നമ്മളെ ഇഷ്ടമാണ്. എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ഫ്ലവർ അവിടെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനെക്കൊണ്ട് തന്നെ താഴെ വരച്ചിട്ടുള്ള വട്ടല്ലേ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്യാപ്പിലാണ് ഞാൻ ഇനി ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ കമ്മൽ ഇങ്ങനെ ഉണ്ടാക്കി കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ ഈ ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ ഇതിന് ഇരിക്കാത്തതാണ് കേട്ടോ നല്ലത്. അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഈ ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പിടിച്ചോടത്ത് കിട്ടുക എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ അവിടേക്ക് ഒട്ടിക്കുമ്പോൾ അത് നമ്മളെ കൂടെ ഇങ്ങോട്ട് തന്നെ പോരൂ. അങ്ങനത്തെ പറഞ്ഞാൽ കേൾക്കാത്തൊരു സ്വഭാവം ഉണ്ട് ഈ ബീഡ്സിന് മൊത്തം. പിന്നെയാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ബീഡ്സ് ഇറുക്കിയെടുക്കണ ഈ ടൂളില്ലേ, ആ ടൂളുമിലെ കുറച്ച് പശ കൂടി പോയിക്കുകയാണെങ്കിൽ ആ ബീഡ്സ് നമ്മൾ ഒട്ടിക്കാൻ വിചാരിച്ച സ്ഥലത്ത് ഒട്ടാനും പാടാണ്. അത് ഇങ്ങോട്ട് തന്നെ പോരും. അങ്ങനെ കുറേ ക്ഷമയോടെ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണിത്. അങ്ങനെ ബീഡ്സൊക്കെ അവിടെ ഒട്ടിക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു Q&A ചെയ്യാം. എല്ലാവരും Q&A ചെയ്യാമെന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഓരോ കുറിച്ചിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്നല്ലേ. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയല്ല കേട്ടോ. നമ്മളെ കമ്മലിനെ കുറിച്ചിട്ട് കുറേ ആൾക്ക് കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും വേണമല്ലോ. പിന്നെ അത് മാത്രമല്ല മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ Q&A എല്ലാവരും ചെയ്യുമ്പോൾ ഫേസ് കാണിച്ചിട്ടല്ല സംസാരിക്കുക. എനിക്കിങ്ങനെ അങ്ങനെ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതാട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തുടങ്ങല്ലേ. പിന്നെ ഫസ്റ്റ് നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ കാണിച്ചില്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. എന്നാലും ഒരു ക്വസ്റ്റ്യനായിട്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എന്താണെന്നാണ്. അതിൻ്റെ പേരാണ് OHP ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എന്നും പറയുക. പിന്നെ അതിന് എത്ര റേറ്റ് വരുന്നത് ചോദിക്കുന്നുണ്ട്. അതിന് 5 രൂപയാണ്. പിന്നെ അത് എവിടുന്നാണ് വാങ്ങിക്കണതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് ബുക്ക് സ്റ്റോളിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. ബുക്ക് സ്റ്റോളിലും ഫാൻസിയിലും ഒക്കെ ഉണ്ടാവാറുണ്ട്.
പിന്നെ അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഏത് ഗമ്മാണ് യൂസ് ചെയ്യണത് എന്ന്. അതും ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഗമ്മ് 2 ഷെയ്ഡ് ഉണ്ട് തോന്നുന്നത്, എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. കാരണം ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്കാണെങ്കിൽ ഗമ്മ ഉണങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. പക്ഷെ പിന്നെ എനിക്ക് വാങ്ങിയതൊക്കെ ഈ വൈറ്റിലാണ് കിട്ടിയത്. ഈ കളർ വാങ്ങിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ മെയിനായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ സാധനങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിക്കണത് എന്നുള്ളത്. ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് രാമനാട്ടുകരയെന്നോ അല്ലെങ്കിൽ ഫറോക്കെന്നോ ആണ് കേട്ടോ. ബട്ടൺ ഹൗസിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ ബ്ലൗസ് ഡിസൈനിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൂലേ, അങ്ങനത്തെ കടകളിൽ ഉണ്ടായിരിക്കുക ഈ ബീഡ്സ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റേറ്റ് അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല കേട്ടോ. പല സാധനത്തിനും പല റേറ്റാണ്, പല കളേഴ്സിന് പല റേറ്റാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ ഗ്രാമിന് അനുസരിച്ചിട്ടാണ് റേറ്റ് മാറണത്. പിന്നെ എല്ലാ സ്റ്റോൺസിനും അത്യാവശ്യം റേറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് ഓൺലൈനിൽ വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഇതൊരു 4 ടൂളല്ലേ കാണിച്ചത്. ആ 4 ടൂൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ഓരോ ബീഡ്സ് ഞാൻ അങ്ങനെ പെറുക്കി വെക്കണ ഈ ഒരു ടൂളില്ലേ, അതുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ബീഡ്സ് ഇങ്ങനെ എടുത്ത് വെക്കാൻ കഴിയും കേട്ടോ. എനിക്കത് ഭയങ്കര ഹെൽപ്പായിട്ട് തോന്നി. ഇത് ശരിക്കും ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ കടയിൽ പോയപ്പോൾ ഇങ്ങനെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശീതേട്ടൻ പറഞ്ഞതാണ് അതൊന്നും എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് വാങ്ങി കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആവശ്യം മനസ്സിലായത്. ചില ആളുകൾ നമ്മളെ ഈ ഗമ്മിന് ആ മൂടി ഉണ്ടാവില്ലേ, ആ മൂടി വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കലുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും നല്ല എളുപ്പമായിട്ട് എനിക്കിത് തോന്നി കേട്ടോ. ഈ എല്ലാ ബീഡ്സും കൂടെ ചിലപ്പോൾ ഞാൻ ഒരു പാത്രത്തിലാവും ഇട്ടേക്കുക. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്മലുണ്ടായി കഴിഞ്ഞൊക്കെയാണെങ്കിൽ ആ കൂടെ വാരിയിട്ട് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിടുമല്ലോ. അങ്ങനെ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പെറുക്കിയെടുക്കുക. ഇത് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഉപകാരം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കണ ഈ ഒരു ടൂളില്ലേ, ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ തയ്യൽ മെഷീൻ്റെ കൂടെ ഉള്ള നമ്മളെ കത്രിക ഇല്ലേ, ആ കത്രിക വെച്ചിട്ടായിരുന്നു ഇത് കട്ട് ചെയ്തെടുക്കൽ. പക്ഷെ എനിക്കത് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കത്രികയ്ക്ക് എത്ര മൂർച്ചുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഐപ്പിന്നൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കട്ട് ചെയ്തെടുത്തിൻ്റെ കത്രിക ചെറുതായിട്ട് കേടാവാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ ഈ ഒരു ടൂള് വാങ്ങിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സംഭവം ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ. ഞാൻ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോയിൽ എന്തായാലും കാണണ്ടല്ലോ, എനിക്കാണെങ്കിൽ പേര് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായാൽ മതിയല്ലോ വെച്ചിട്ടാണ്. അങ്ങനെ ഈ ചെറിയ ചെറിയ ഹാങ്ങിങ് ബീഡ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു പ്ലെയറാണ് നമുക്ക് ആവശ്യമുള്ളത്. അതേപോലെ നമ്മൾ ഐപ്പിന് വളച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു 4 പ്ലെയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ വളച്ചെടുക്കണ പ്ലെയർ ഇല്ലേ, ആ പ്ലെയറിന് 100 രൂപയാണ് വരുന്നത്. നമ്മളെ കട്ട് ചെയ്യണതിന് 70 രൂപയാണ് വരുന്നത്. ഇനി എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണതെന്ന്. പിന്നെ കട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഗമ്മ് നന്നായിട്ട് ഉണങ്ങാതെ ഇത് കട്ട് ചെയ്യാൻ നിന്നിക്കുകയാണെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ഗമ്മാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കുകയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് നല്ല സിമ്പിളുമാണ്. ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കത്രിക വെച്ചിട്ട് നമ്മളിത് അരിക്ക് ചേർത്ത് വെട്ടിയെടുക്കണം. ഇതിന് നമുക്ക് കത്രികേനെ കൊണ്ട് വെട്ടിയെടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നല്ല നീറ്റിൽ തന്നെ അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാണ് നമ്മളെ നൂല് വെട്ടുന്ന ആ ടൂൾ. അത് വെച്ചിട്ട് നമ്മൾ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഈ കോണുകളൊക്കെ വരൂലേ, അത് നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ വെട്ടിയെടുക്കാൻ കഴിയേ. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ, പക്ഷെ കണ്ണിനെ തുരുമ്പ് പിടിച്ചിട്ടുള്ളൂ. നല്ല മൂർച്ചുണ്ട് കേട്ടോ. നമുക്ക് നല്ല നീറ്റിൽ തന്നെ വെട്ടിയെടുക്കാനും കഴിയും. ഇതാ കണ്ടോ, വെട്ടിയെടുത്തപ്പോൾ ഇപ്പോൾ നല്ല നീറ്റായിട്ടില്ലേ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. വെപ്രാളം കൂട്ടി വെട്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് കയറി പോയിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ കൊള്ളാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. അങ്ങനെ നമ്മൾ കമ്മലിൻ്റെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിന് ഹാങ്ങിങ്സ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഐപ്പിന്നാണ് എടുക്കുന്നത്. ഈ ഐപ്പിന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരിക്കും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻ്റെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കൊളായി പോയി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനാണ് ആ കട്ടിങ് ടൂൾ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഈ ഐപ്പിന്ന് ഒട്ടിക്കുമ്പോൾ നമുക്ക് തന്നെ ആദ്യം ഒരു ധാരണ വേണം അത് എവിടെയൊക്കെ ഒട്ടിക്കണം, അതിൽ എത്ര ബീഡ്സ് കൊടുക്കണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ഫസ്റ്റ് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞാൻ ഈ കമ്മലും സ്റ്റഡും കൂടെ ഒട്ടിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതെങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. 2 ഐപ്പിനും 2 ഷേപ്പിലാണ് നമ്മൾ വെക്കണത്. അല്ല രണ്ടും ചെരിച്ചിട്ടോ അല്ലെങ്കിൽ രണ്ടും ഒരേ ഷേപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ കമ്മൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ അറിയാഞ്ഞിട്ടാണ്. എനിക്ക് പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല.
അങ്ങനെ നമുക്കിനി ഓരോ ഹാങ്ങിങ് ബീഡ്സും കൂടെ കൊടുക്കുക. ഇത് ബീഡ്സ് കൊടുക്കുമ്പോൾ അതേപോലെ പശ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. പശ ഉണങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളിത് ടൈറ്റ് ആക്കുമ്പോൾ ഈ ഐപ്പിൻ ഇങ്ങനെ ഇളകി പോകാനും ചാൻസ് ഉണ്ട്. ഐപ്പിൻ ഒന്നുകൂടെ ടൈറ്റ് നിൽക്കാനായിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു വാക്സ് പേപ്പർ ഒട്ടിക്കണം. അത് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയേ. അങ്ങനെ നമ്മൾ ഇട്ടിട്ടുള്ള ബീഡ്സ് ഒക്കെ ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്റ്റഡ് ഒട്ടിച്ചു. അങ്ങനെ നമ്മളെ കമ്മലിൻ്റെ മൊത്തം പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര പണിയുള്ളൂ കേട്ടോ ഒരു കമ്മൽ ഉണ്ടാക്കി എടുക്കാനായിട്ട്. എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കണേ. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കമ്മലിന്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.